തമിഴ്നാട് കേരള അതിർത്തിയായ വാളയാർ ചെക്ക് പോസ്റ്റിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ചരക്ക് കൊണ്ടുവരുന്ന ഡീലർ സ്വന്തം പേരിൽ വാണിജ്യ നികുതി വകുപ്പ് നൽകുന്ന അക്കൗണ്ടിൽ കയറി ചരക്കിന്റെ വിശദാംശങ്ങൾ നൽകി ടോക്കൺ സ്വീകരിക്കണമെന്ന വാണിജ്യ വകുപ്പിന്റെ പുതിയ പരിഷ്കാരമാണ് ഗതാഗത കുരുക്കിന് കാരണം. ടോക്കൺ ഇല്ലാത്ത വാഹനങ്ങളെ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തടഞ്ഞിരുന്നു. ടോക്കൺ സംവിധാനത്തിലേക്ക് മാറുന്നതിന് 15-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ കുറവാണ് വാഹന പരിശോധന വൈകുന്നതിന് കാരണം. ഇവിടെ വന്നിട്ട് 3 ദിവസമായി. ഇവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥന്മാരില്ല. മറ്റേ പറയുമ്പോൾ അവർ നിസ്സഹരണമാണ് നമ്മൾ കാണിക്കുന്നത്. പല പ്രാവശ്യവും നിയമമന്ത്രിക്കൊക്കെ നമ്മൾ നിവേദനമൊക്കെ ഇതിനെപ്പറ്റി കൊടുത്തതാണ്. അപ്പോൾ യാതൊരു വിധമായ ഉചിതവും കാണിക്കുന്നില്ല. വാഹനങ്ങൾ പരിശോധനയ്ക്ക് ശേഷം കടത്തിക്കൊണ്ടുണ്ടെങ്കിലും പുതുതായി നിരവധി വാഹനങ്ങളാണ് ചെക്ക് പോസ്റ്റിലെത്തുന്നത്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഒരു KSRTC ബസ് 3 ട്രിപ്പുകൾ വരെ റദ്ദ് ചെയ്യുന്നുണ്ട്. ഗതാഗത കുരുക്ക് സ്വകാര്യ വാഹനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ കാത്തിരിപ്പിന് എന്ന് അറുതി വരുമെന്ന് ഇവർക്കറിയില്ല. വാളയാർ ചെക്ക് പോസ്റ്റിലെ ഗതാഗത കുരുക്കിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെ കുറവാണ്. തമിഴ്നാട് സ്വദേശി രാമജയത്തിന്റെ ലോറിക്ക് മുകളിൽ നിന്നും ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.